അങ്ങേര് കാശ് തന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാതി ആ വീട്ടിന്റെ മരുമകളായതുകൊണ്ടാണ്. സ്വാതിക്ക് തന്നെ അതിന്റെ ക്രെഡിറ്റ്. അത് വേണ്ടായിരുന്നു. അവളുടെ കാരുണ്യത്തിൽ കഴിയാന്ന് പറഞ്ഞ അതിലും ഭേദം തെരുവി കിടക്കുകയായിരുന്നു. നിന്റെ ഈ സ്വഭാവം കാരണമാ നമുക്ക് ഈ ദുർവിധി മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത്. സ്വാതി ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഈ വീട്ടിൽ എന്തൊരു ഐശ്വര്യമായിരുന്നു. എന്നവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ അന്ന് തുടങ്ങി നശിക്കാൻ. അവള് പോയ പിന്നെ മനസ്സമാധാനത്തോടെ ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആ തിരിച്ചറിവ് ഇപ്പോഴേലും ഉണ്ടായല്ലോ, നന്നായി. സ്വാതിയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് എന്തെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കും, പലിശ സഹിതം. എനിക്കാരുടെ ഒരു ഔദാര്യവും വേണ്ട. എടി, കാശ് തിരിച്ചു കൊടുക്കുന്നൊക്കെ നല്ലത് തന്നെയാ, പക്ഷേ അത് അവള് തന്നുകൊണ്ടായിരിക്കരുതെന്ന് മാത്രം. അതെ, മനോഭാവം എന്തിനും പ്രധാനം. അവരത് കടമാറ്റി തന്നതല്ല, അതുകൊണ്ട് തന്നെ അവരത് തിരിച്ച് പ്രതീക്ഷിക്കുന്നുമില്ല. എന്നുവെച്ച് കൊടുക്കാതിരിക്കണ്ട. നാളെ ഒരിക്കൽ നീ ഒരു നല്ല നിലയിലെത്തിയാലോ? എത്തുമല്ലോ. ഇങ്ങനെ പോയാൽ ഉടനെ എത്തും. എന്താ അമ്മയ്ക്കൊരു പുച്ഛം? പർവ്വതം പോലെ ഇരിക്കുന്നവള് മണിമാളികയിലെത്തി. പിന്നെയാണോ എനിക്ക് പ്രയാസം? എടി, സ്വാതിയുടെ മനസ്സ് നന്നായിരുന്നു. അത് നിങ്ങക്ക്. എനിക്കല്ലേ അവളുടെ യഥാർത്ഥ സ്വഭാവം അറിയൂ. സ്വാതിക്ക് എത്താൻ പറ്റുമെങ്കിലേ എനിക്കും എത്താൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. നിന്നെ എപ്പോ നോക്കിയാലും വെല്ലുവിളി. എന്നാ വലുത് നടക്കുന്നുണ്ടോ അതൊട്ടില്ലതാനും. ഇനിയെങ്കിലും നിലത്ത് നിൽക്കാൻ നോക്ക്, അപ്പോഴേ നന്നാവൂ. അമ്മയ്ക്ക് കാണണോ ഈ കാശ് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നേ? നിനക്കെന്താ മോഷ്ടിക്കാൻ പ്ലാൻ ഉണ്ടോ? ഓ, കളിയാക്കണ്ട. അവളുടെ വീട്ടിൽ നിന്ന് വാങ്ങിയ കാശ് ഞാൻ തിരിച്ചു കൊടുക്കും, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്. എവിടുന്ന്? അതൊക്കെ കണ്ടോ. അവള് മാത്രമല്ല പണക്കാരി, വേറെയും ഉണ്ട്. അവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധവുമുണ്ട്. എന്നിട്ട് അവരെ ആരെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ കണ്ടില്ലല്ലോ. ഞാൻ ആരോടും ഒന്നും പറയാൻ പോയില്ല. ഇനി ഞാൻ പറയും. കാരണം അവളുടെ കാശ് എനിക്ക് എങ്ങനെങ്കിലും കൊടുത്തേ പറ്റൂ. ഞാനത് കൊടുത്തിരിക്കും, ഇന്ന് തന്നെ. ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. കുറച്ച്. എന്നാ വേഗം കാര്യം പറഞ്ഞു വിട്ടേക്കാം. എന്റെ ജീവിതത്തിൽ ഈയിടെ ഒരു ദുരന്തം സംഭവിച്ചു. എന്റെ വീടും പറമ്പും മംഗലാപുരത്തുനിന്ന് വന്ന ഒരു സേട്ട് കൊണ്ടുപോയി. അച്ഛൻ കാശ് കടം വാങ്ങി പകരം സ്ഥലം അയാൾക്ക് എഴുതി കൊടുത്തു പറഞ്ഞ്. അത് സത്യമാണോ നുണയാണോ എന്ന് ആർക്കറിയാം? നുണയാണെന്ന് തെളിയിക്കാനുള്ള ഒന്നും ഒരു തെളിവും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടു. ഓ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അറിയേണ്ടവരറിഞ്ഞു. സ്വാതി കടം തീർക്കാനുള്ള കാശ് തന്നു. സേട്ടിന് അത് കൊടുത്തു, വീട് തിരിച്ചു കിട്ടി. ഇനി എന്താ പ്രശ്നം? ഇനിയാണ് പ്രശ്നം. കാശ് തന്നത് സ്വാതിയാവുമ്പോ എനിക്ക് ഒട്ടും ദഹിക്കുന്ന കാര്യമല്ല. എത്രയും പെട്ടെന്ന് ആ കാശ് തിരിച്ചു കൊടുത്ത് അഭിമാനം വീണ്ടെടുക്കണം എനിക്ക്. സേട്ടന് പണയപ്പെടുത്തിയത് വീടിന്റെ ആധാരമായിരുന്നു. സ്വാതിക്ക് പണയപ്പെടുത്തിയത് എന്റെ ആത്മാഭിമാനവും. ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? എനിക്ക് കുറച്ച് കാശ് വേണം. ആ വീടും പറമ്പും ഞാൻ ഗണേശന്റെ പേർക്ക് എഴുതി തരാം. അത് എന്നെങ്കിലും അത് തിരിച്ചു വാങ്ങാനുള്ള ശേഷി എനിക്കുണ്ടായാ അതുണ്ടാവുന്ന തന്നെയാ ഇപ്പോഴത്തെ എന്റെ വിശ്വാസം. അന്ന് തിരിച്ചു തന്നാ മതി. വെറുതെ വേണ്ട, പലിശ തരാം. എന്താണോ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ഥാപനം ഈടാക്കാറ് അത് ഞാൻ തരാം. ഞാനായതുകൊണ്ട് ഒരു സൗജന്യം തരണ്ടെന്ന് ചുരുക്കം. എന്താണോ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ഥാപനം ഈടാക്കാറ് അത് ഞാൻ തരാം. ഞാനായതുകൊണ്ട് ഒരു സൗജന്യം തരണ്ടെന്ന് ചുരുക്കം. എന്താ ആലോചിക്കുന്നത്? ഞാൻ ഒരിക്കലും ഗണേശനെ ചതിക്കില്ല. അതുകൊണ്ടല്ല, ഞാനിപ്പോ ഇതൊന്നും ആലോചിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. എന്തു പറ്റി? അത് വേദ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. ഗിരി അവളെ തിരിച്ചുകൊണ്ടാക്കി. ആണോ? എങ്കിൽ അതിന് പിന്നിൽ സ്വാതിയായിരിക്കും. അവൾക്കാണല്ലോ വേദയുടെ ശത്രുത. അല്ല, തെറ്റെന്റെ പെങ്ങളുടെ ഭാഗത്ത് തന്നെയാ.
പഴയ കഥയൊക്കെ കുറച്ച് ദേവയ്ക്കും അറിയാവുന്നതാണല്ലോ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞെന്ന് വിശ്വസിക്കാൻ എന്തുകൊണ്ട് വേദയെ കൊണ്ട് പറ്റുന്നില്ല? എല്ലാം ശരിയാവും. ദാമ്പത്യമാവുമ്പോ ഇതുപോലുള്ള വഴക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുന്നതല്ലേ. അതൊക്കെ മാറും. എന്ന് എനിക്ക് തോന്നുന്നില്ല. ഗിരി സീരിയസാ ശരിക്കും. വേദയോ? അവളുമായിട്ട് ഒരക്ഷരം ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. വന്ന് കയറിയതല്ലേ ഉള്ളൂ. ആ ചൂടൊന്ന് മാറട്ടെ എന്ന് കരുതി. അപ്പോ എന്റെ കാര്യം നടക്കില്ല. ഇല്ല, ഈ സാഹചര്യത്തിൽ ഇപ്പൊ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു ചെന്നാ അച്ഛൻ എന്നെ കൊല്ലും. എന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും തീരട്ടെ, എന്നിട്ട് ആലോചിക്കാം. ശരി. ആ, എന്നാ പൊയ്ക്കോളൂ. ബൈ. ആ എവിടെ എന്ത്? കാശ്? എന്താ നിന്റെ കോടീശ്വരൻ സുഹൃത്തും തന്നില്ലേ? ചിരിക്കണ്ട. നിങ്ങളുടെ നായികയുണ്ടല്ലോ സ്വാതി, അവളുടെ വീട്ടില് പ്രശ്നങ്ങൾ തുടങ്ങി. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേവേ. നീ പറഞ്ഞത് സ്വാതിയുടെ വീട്ടുകാരുടെ നിന്ന് വാങ്ങിച്ച കടം തിരിച്ചു കൊടുക്കാനുള്ള കാശുമായിട്ട് വരുമെന്ന്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നീ എന്തിനാ വെറുതെ സ്വാതിയുടെ കുടുംബകാര്യങ്ങളൊക്കെ പറയുന്നത്? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞാലും കുത്താന്ന് കേട്ടിട്ടില്ലേ രാഹുലെ? അതാണ് സംഗതി. ആരെങ്കിലും ആപത്ത് കാലത്ത് സഹായിച്ചല്ലോ എന്നല്ല ചിന്തിക്കുന്നത്. അവരോട് അസൂയ കാണിക്കാൻ നിന്ന ദൈവം പൊറുക്കുവോ? ഇവള് ചെന്ന് കാശ് ചോദിച്ചവൻ ഓടിച്ചു വിട്ട് കാണും. ഇപ്പൊ മനസ്സിലായോ? കാശുകാരൻ ചങ്ങാതിമാരുണ്ടായിട്ട് പ്രയോജനമൊന്നും ഇല്ലാന്ന്. സഹായിക്കാനുള്ള മനസ്സുള്ളവർ വേണം. അത് സ്വാതിയുടെ വീട്ടുകാർക്കുണ്ട്. ആ വീടിനെ തീ പിടിച്ച കാര്യം ഞാൻ പറഞ്ഞത്. ഗിരിയുണ്ടല്ലോ, അയാളുടെ ഭാര്യയെ കൊണ്ടുപോയി വീട്ടിലാക്കി. ഓ, അതാണ് ഇത്ര വലിയ കാര്യം. ഞാനത് നേരത്തെ പ്രതീക്ഷിച്ചതാ. അല്ലെങ്കിലും അടങ്ങി ഒതുങ്ങി നിൽക്കാനല്ലല്ലോ ആ പെണ്ണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെയുള്ളവരുടെ ഗതി ഇത് തന്നെയാ. ഈ പ്രശ്നം സ്വാതിയെ ബാധിക്കില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എങ്ങനെ ബാധിക്കും? വേദയുടെ ജീവിതമായിട്ട് സ്വാതിക്ക് എന്ത് ബന്ധമാ ഉള്ളത്? അതാണ് മനസ്സിലാക്കേണ്ടത്. വേദ ഈ പ്രശ്നം വഷളാക്കും. കോടതി, കേസ്, അങ്ങനെ പലതും നടക്കും. നാറുന്നതേ അവളായിരിക്കും, സ്വാതി. അതൊക്കെ നിന്റെ വെറും തോന്നല. അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി സംഭവിച്ചാലും സ്വാതിക്കൊരു പ്രശ്നമില്ല. കൊട്ടേഷൻ കൊടുത്താലോ? എന്ത് കൊട്ടേഷൻ? സ്വാതിയെ കൊല്ലാൻ വേദ ഗുണ്ടകളെ ഏർപ്പെടുത്തിയാലോ? അപ്പൊ എന്ത് ചെയ്യും? അത് ബാധിക്കില്ലേ? എടീ, അങ്ങാടി തോറ്റത് അവിടെ തീർക്കണം. നീ ആ പഴയ കഥയിലെ കുറുക്കനാവില്ല ദേവേ. ഏത് കഥ, ഏത് കുറുക്കൻ? കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന് പറഞ്ഞ അതേ കുറുക്കൻ. നിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീ ഇത്രയും കാലം എതിർത്തിരുന്ന സ്വാതിയുടെ കാരുണ്യം കൊണ്ടാ ഈ വീട്ടിൽ ഇപ്പൊ നീ കഴിയുന്നത്. അതൊരു കോംപ്ലക്സ് ആയിട്ട് നീ എടുക്കുന്നു. അതിന്റെ അസ്വസ്ഥത നിനക്കുള്ളത് കൊണ്ട് അവളുടെ വീട്ടിൽ നടക്കുന്ന നിസ്സാര പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാക്കി നീ ഇവിടെ അവതരിപ്പിക്കുന്നു. അതിൽ നിന്ന് നിനക്കെന്തെങ്കിലും സുഖം കിട്ടുമെങ്കിൽ ആയിക്കോ. പക്ഷെ നീ ഒരു സത്യം മനസ്സിലായിക്കോ. വേദ തെറിച്ചത് അവളുടെ കയ്യിരിപ്പ് കൊണ്ടാ. വേദയുടെ പുറത്താകല് അവളുടെ മാത്രം പ്രശ്നമാണ്. അതുമായിട്ട് സ്വാതിക്ക് യാതൊരു ബന്ധവുമില്ല. ഉണ്ടായാലോ? ഉണ്ടാവില്ല. എനിക്കുറപ്പാ, ഒരിക്കലും ഉണ്ടാവില്ല. അത് ആഗ്രഹിക്കണ്ടാരും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാ. കിട്ടുമായിരുന്നൊരു നല്ല ജീവിതം നീയായിട്ട് നശിപ്പിച്ചില്ലേ? ഇനിയുള്ള കാലം നിനക്ക് ഒറ്റയ്ക്ക് ഇവിടെ കഴിയാം. ഗിരി ഒരിക്കലും ഇനി നിന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്നെ ഓർത്ത് സങ്കടപ്പെടുന്ന ഞങ്ങളെപ്പോലും ഓർത്തില്ലല്ലോ നീ. എന്നെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട അതേ ആള് തന്നെ എന്നെ തിരിച്ചു വിളിക്കും. അങ്ങനെ ചെയ്യിക്കാൻ എനിക്ക് പറ്റും. ഇപ്പോഴും അഹങ്കാരത്തിനൊരു കുറവുമില്ല.
എടീ, ഗിരിയെന്നല്ല ആരും ഇനി നിന്നെ വിളിക്കാൻ വരാൻ പോകുന്നില്ല. നിന്നെ അവൻ ഉപേക്ഷിച്ചു എന്നേക്കുമായിട്ട്. ഇനി വരാൻ പോകുന്നതേ ഡിവോഴ്സ് നോട്ടീസ് ആയിരിക്കും. വരട്ടെ. അങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടെന്നും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാവുന്ന ഒരുത്തനും വിചാരിക്കണ്ട. കോടതി കിടന്ന് അവര് വെള്ളം കുടിക്കും. അപ്പോഴും അവരെ തോൽപ്പിക്കുന്ന ഒരു കാര്യം മാത്രമേ നിനക്ക് ചിന്തിക്കാനുള്ളൂ. വേറെ എന്താ ഞാൻ ചിന്തിക്കേണ്ടത്? അവരുമായിട്ട് ഒത്തുപോകുന്നതിനെ കുറിച്ച് നീ എന്താ ആലോചിക്കാത്തത്? നിന്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവമൊക്കെ മാറ്റിയാ അവർ നിന്നെ സ്വീകരിക്കും. നിനക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ കാല് പിടിക്കാം. ആരും ആരുടെയും കാല് പിടിച്ച് കിട്ടുന്ന ജീവിതം എനിക്ക് വേണ്ട. എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നോട് നീലും അയാളുടെ വീട്ടുകാരും കാണിച്ച നന്ദികേടിനോളം വരില്ല ഒന്നും. ചതിക്കപ്പെട്ടത് ഞാനാ. എന്നിട്ടും എന്റെ ഭാഗം പറയാനോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒരാളുമില്ല. നിന്നെ അവൻ വേണ്ടെന്ന് വെച്ച് സ്വാതിയെ കെട്ടിയ ആ നിമിഷം നീ അവനെ മറക്കണമായിരുന്നു. അത് ചെയ്യാതിരുന്ന നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതെ, എന്നിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്ന ഒരുത്തനെ കല്യാണം കഴിഞ്ഞെങ്കിൽ ജീവിക്കണമായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും നന്നാവാൻ സമയമുണ്ട്. നിനക്കത് പറ്റും. നീലിനോടും ആ കുടുംബത്തോടുള്ള ദേഷ്യം നീ മറക്കാൻ തയ്യാറായാൽ നിനക്ക് നല്ലൊരു ജീവിതം ഇനിയും കിട്ടും. ഗിരി നല്ലൊരു ചെറുപ്പക്കാരനല്ലേ? നീ അവനെ അംഗീകരിക്കണം, സ്നേഹിക്കണം. നീലിനെ മറക്കുകയും വേണം. അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നീ എന്നെ അനുസരിക്കണം. പറ്റില്ല. നീലിനെ മറക്കാൻ എനിക്ക് പറ്റില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഈ വീട്ടില് നിങ്ങൾക്കൊരു ഭാരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോയേക്കാം. എങ്ങോട്ട്? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? എന്റെ ശല്യം നിങ്ങൾക്കുണ്ടാവില്ല. അതുപോരെ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ അതാണോ ഉദ്ദേശിച്ചത്? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ. എനിക്ക് നിങ്ങൾ പറയുന്ന നന്മ വേണ്ട. ഏതായാലും എന്റെ ജീവിതം പോയി. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരാളും അങ്ങനെ സുഖമായിട്ട് കഴിയണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നീ പറയുന്നത്? ഇത്രയും കാലം പലതും ചെയ്തു നോക്കിയില്ലേ? എന്നിട്ട് എന്തെങ്കിലും നേടിയോ? എടീ, ജയിക്കാൻ വേണ്ടി ഓരോ തവണ ഓരോന്ന് ചെയ്യുമ്പോഴും തോൽക്കുന്നത് നീയായിരുന്നു. തോറ്റ് 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 അവസാനം നീ ഇപ്പോ ആ വീടിന്റെ പുറത്തായി. വേദേ, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് ചോദിക്കുക. നിനക്ക് മനസ്സിൽ എന്തെങ്കിലും തകരാറുണ്ടോ? ഉണ്ടെങ്കിൽ നീ പറ. നമുക്ക് വല്ല ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കാം. ഞാൻ ഭ്രാന്തിയായിട്ട് കാണാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അക്കൂട്ടത്തില് നീയും പെടുവെന്നറിഞ്ഞതില് സന്തോഷം. വേണ്ട, ഒരാളും എന്റെ കൂടെ നിൽക്കണ്ട. ഇത്രയും ചെയ്തത് ഞാൻ ഒറ്റയ്ക്കല്ലേ? ഇനി അങ്ങനെ തന്നെ ചെയ്തോളാം. മോളെ, ആരും ഒന്നും പറയണ്ട. എല്ലാരെയും എനിക്ക് മനസ്സിലായി. ഇന്നത്തെ ഒരു ദിവസം, അത് കഴിഞ്ഞാൽ എന്നെ ഓർത്ത് ഒരാള് സങ്കടപ്പെടേണ്ടി വരില്ല. ഞാൻ പറയുന്ന നീ ഒന്ന് വേണ്ട. ഉപദേശം കേട്ട് കേട്ട് മടുത്തു. ശരിയാ, ഞാൻ തോറ്റവളാ. ജയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ഏത് വീട്ടിലേക്ക്? നമ്മൾ ഇതുവരെയും താമസിച്ചിരുന്ന വീട് മാറാൻ പോവാ വല്ലിച്ചൻ. അവിടെ വാസ്തു ശരിയല്ല അത്രേ. അതുകൊണ്ടാ അവിടെ ആർക്കൊരു സമാധാനം ഇല്ലാത്ത പോലും. ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങള്. അല്ലെങ്കിലും വീട്ടിൽ വെച്ച് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നീ ചെയ്തത്. നാണമില്ലല്ലോ വേദയെ കൊണ്ട് വീട്ടിലാക്കാൻ. നാണമല്ല, അഭിമാനം. അഭിമാനമാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തതിൽ. ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടാ പ്രശ്നം ഇത്രയും വഷളായത്. നിനക്ക് ഈ നാട്ടിലെ നിയമങ്ങളെ പറ്റി വല്ല ധാരണയുണ്ടോ? വേദയെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാന്ന് നീ വിചാരിക്കണ്ട.
അവളൊരു പരാതി കൊടുത്താ നീ അടക്കം എല്ലാവരും കുടുങ്ങും. ആ പേടിയൊന്നും എനിക്കില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. ഇനി അവൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾ ചെയ്യട്ടെ. നിയമമൊക്കെ ന്യായത്തിന്റെ ഭാഗത്തെ നിൽക്കൂ. ഇവിടെ എന്റെ ഭാഗത്താ ന്യായം. നീയപ്പോ വേദയെ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ പോവാണോ? ഉപേക്ഷിക്കാൻ പോവുമല്ല, ഉപേക്ഷിച്ചു. അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. ഇനി കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. എന്തും പറഞ്ഞു? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? ഒരു ചതിയിലൂടെ അവളെന്നെ കെട്ടിയത്. സത്യം പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ തിരിച്ചടിക്കേണ്ടിയിരുന്നത്. ചെയ്യുന്നില്ല. എന്റെ സംസ്കാരം അതല്ല. നീ നശിപ്പിക്കാൻ പോകുന്നതേ നിന്റെ തന്നെ ഭാവിയാ. എടാ, വേദ ഉപേക്ഷിച്ചാ നിന്റെ ഭാവി എന്തായി തീരുന്ന നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്വാതിക്ക് നീലിനൊന്നും പറ്റാനില്ല. നഷ്ടപ്പെടുന്നത് മുഴുവനും നിനക്കായിരിക്കും. ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കാൻ ഇന്നത്തെ കാലത്ത് ഏത് പെണ്ണ് തയ്യാറാവും? ഓ, അവിടം വരെയൊക്കെ ചിന്തിച്ചോ? ഞാൻ വിചാരിച്ചതുപോലെയല്ല. നിനക്കപ്പോ എന്നോട് സ്നേഹമുണ്ട്. എന്തിയാനാ, ഞാൻ നിന്റെ പെങ്ങളായി പോയില്ലേ? എന്നാലേ പെങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇനി ഒരു കല്യാണത്തെക്കുറിച്ച് തൽക്കാലം ഈ ആങ്ങളെ ചിന്തിക്കുന്നില്ല. അഥവാ അങ്ങനെ ഒരെണ്ണം വേണമെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരാളെ ആയിരിക്കും ഞാൻ കെട്ടാൻ പോകുന്നത്. നീ ഈ കാണിക്കുന്നതേ ശുദ്ധ മണ്ടത്തരവാ. നിനക്ക് ചെന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാം. നിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ സംസാരിക്കാം. എന്നിട്ട് വേദയെ തിരിച്ചു കൊണ്ടുവരാം. വേണ്ട, അവൾ ഒരിക്കലും നമ്മുടെ വീടിന്റെ പടി കടന്ന് വരാൻ പാടില്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് മാത്രമല്ല, ആ വീട്ടിലെ ആർക്കും. സ്വാതി എന്ന് പറ. അവളാണല്ലോ നിന്നെയടക്കം എല്ലാവരും നിയന്ത്രിക്കുന്നത്. എന്ത് വേണമെങ്കിലും പറഞ്ഞോ. വേദയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കരുതണ്ട. പോയത് പോയി. ഇനി ആ അധ്യായം തുറക്കാന്ന് ഒരാളും വിചാരിക്കണ്ട. കേട്ടല്ലോ? ഇത്രയും വാശി പാടില്ല. നീ അതിന് അനുഭവിക്കും, കണ്ടോ? വേദയെ ഞാൻ കെട്ടി. അതിൽ കൂടുതൽ എന്ത് അനുഭവിക്കാനാ? വരുന്നുണ്ടെങ്കിൽ വണ്ടി കയറ്. ബാക്കി വണ്ടിയിലിരുന്ന് സംസാരിക്കാം. ഞാൻ വരുന്നില്ല. വേണ്ടെങ്കിൽ വേണ്ട. മോളെ, നീ കിടക്കുന്നില്ലേ? കിടന്നോളാം. നീ സമാധാനമായിരിക്കെ, എല്ലാം ശരിയാവും. ശരിയാവും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇന്ന് വേണമെങ്കിൽ നീ അമ്മയുടെ കൂടെ ഒന്ന് കിടന്നോ. അച്ഛൻ പൊയ്ക്കോളൂ. എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. മോളെ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. അപ്പൊ നിനക്ക് മനസ്സിലാവും ഞങ്ങൾ പറയുന്നത് ശരിയെന്ന്. എനിക്ക് അപ്പോഴേ മനസ്സിലായി. അത് മനസ്സിലാക്കിയതിന്റെ സന്തോഷത്തിലാ ഇപ്പൊ ഞാൻ. ഇവിടെ നിന്ന് വെറുതെ അച്ഛന്റെ ഉറക്കം കളയണ്ട. ഞാൻ പോകുന്നു. എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു. ഇനിയും തോൽപ്പിക്കപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല. മത്സരങ്ങളില്ലാത്തൊരു ലോകത്തേക്കാണ് എൻ്റെ യാത്ര. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്താ നീ എന്താ എഴുതിയത്? എന്ത്? ഞാനൊന്നും എഴുതിയില്ല. അല്ല, ഞാൻ കണ്ടതാ. കാണട്ടെ, എനിക്ക് വായിക്കണം. തന്നേ. അച്ഛാ, എന്താ? അച്ഛാ, ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്താടാ? ഇതാ വരുന്നു.
വേദ നീ നുണ പറയാ. നോക്കട്ടെ. എന്താ പ്രശ്നം? അച്ഛാ ഞാനൊരു പരാതി എഴുതിയതാ. പിന്നെന്താ നിനക്ക് ഞങ്ങളെ കാണിച്ച? അത് നിങ്ങൾക്കെന്താ ഞാൻ പറഞ്ഞ വിശ്വസിച്ചാല്? ഗണേശ വായിച്ചു നോക്കാം. തന്നെ ഇങ്ങ് തന്നേന്ന് താ ഇങ്ങോട്ട്. ഞാൻ പോകുന്നു. എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു. ഇനിയും തോൽപ്പിക്കപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല. മത്സരങ്ങളില്ലാത്തൊരു ലോകത്തേക്കാ എൻ്റെ യാത്ര. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്തിനാ മോളെ നീ ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നാണില്ലല്ലോ നിനക്ക്. ഞാൻ കരുതി നിനക്ക് കുറച്ച് ധൈര്യം ഉണ്ടാവുന്നു. നീ വെറും പേടിത്തൊണ്ടിയാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. നീ എന്റെ മോളാ. മരണമല്ല ഒന്നിനും പരിഹാരം. ധൈര്യമായിട്ടിരിക്കെ. നിനക്കൊന്നും നഷ്ടപ്പെടില്ല. നഷ്ടപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് മതിയായി അച്ഛാ, എല്ലാം എനിക്ക് മതിയായി. പോട്ടെ, കരയിലെ സാരമില്ല. അച്ഛനെല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? എന്നെ ആർക്കും ഇഷ്ടമല്ല.